സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ്. മധ്യകേരളത്തിലും വടക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഇന്ന് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടത്തിവിടും. ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിക്കുമെന്നും വിശദാംശങ്ങളുണ്ട്. ഏതായാലും ഈ വാർത്തകളുടെയൊക്കെ കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, പല ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം ഇന്ന് ഭാഗികമായി പുനരാരംഭിക്കുന്നുണ്ട്. ഒറ്റവരിയായി വാഹനങ്ങൾ കടത്തിവിടും. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീകാർത്തിക, വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് ഇന്നലെ ലഭിച്ചത്. പക്ഷേ ഇന്നലെ രാത്രിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ മഴയില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ മഴ ഇല്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്തായാലും കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസങ്ങളിൽ ഇന്നലെ വരെ ശക്തമായ മഴയും ഇന്ന് യെല്ലോ അലർട്ട് ആയതുകൊണ്ട് തന്നെ മഴ കുറയാനുള്ളൊരു സാധ്യത തന്നെയാണ് പറയുന്നത്. എന്തായാലും അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഇനി മഴ ശക്തമായി തുടർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് അതിൻ്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും ശക്തമായ മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വയനാടും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. നമുക്കറിയാം, വയനാട്ടിൽ കഴിഞ്ഞ ഒരു 100 ദിവസമെങ്കിലും തുടർച്ചയായി മഴ ലഭിച്ച ഒരു ജില്ല എന്നുള്ളത്. കാരണം ഈ കാലവർഷത്തിന് ശേഷം 100 ദിവസം തുടർച്ചയായി മഴ ലഭിച്ച ഒരു ജില്ല കൂടിയാണ് വയനാട്. താമരശ്ശേരി ചുരത്തിലുള്ള ഗതാഗതം, അതായത് മഴ കുറയുകയാണെങ്കിൽ, ഇതേപോലെ ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ചെറുകിട വാഹനങ്ങൾ കടത്തിവിടുന്നതിനുള്ള ഒരു ഭാഗത്തൂടെ ചെറുകിട വാഹനങ്ങൾ കടത്തിവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഗതാഗതം കുറ്റ്യാടി വഴിയും അതുപോലെ തന്നെ നാടുകാണി വഴിയും എല്ലാം തിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. നമുക്കറിയാം, ഇപ്പോൾ ലഭിക്കുന്ന ഈ ഭൗമശാസ്ത്ര വിദഗ്ധരുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ലഭിക്കുന്ന ഒരു വിവരം, താമരശ്ശേരി ചുരത്തിൽ ഉണ്ടായിട്ടുള്ളത് സോയിൽ ക്രീപ്പിംഗ്, അതായത് മണ്ണ് നിരങ്ങി നീങ്ങുന്ന ഒരു പ്രതിഭാസമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ അപകട സാധ്യതയുള്ളതാണ്. ഇത് നാടുകാണി ചുരത്തിലും സമാനമായ ഒരു സാഹചര്യം ഒരു സമയത്തുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ പരമാവധി ഇത്തരത്തിലുള്ള ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ ഈ താമരശ്ശേരി ചുരം, ഇനി ചുരം വഴിയുള്ള യാത്ര ദുഷ്കരമാകും. അത് മറ്റൊരു കുറ്റ്യാടി വഴിയോ അല്ലെങ്കിൽ നീലഗിരി വഴി നാടുകാണി, നിലമ്പൂർ അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്കും തിരിച്ചുവിടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മഴ ഇങ്ങനെ പെയ്യാതെ നിൽക്കുകയാണെങ്കിൽ ചെറുകിട വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടെ താമരശ്ശേരിയിൽ കടത്തിവിടും. ശരി വിനേഷ്, ഏതായാലും മഴ ശക്തമാകാനുള്ളൊരു സാഹചര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. കോഴിക്കോട് നിന്നും എസ് വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.